പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയ സഹോദരങ്ങളെ, കണ്ണുകളടച്ച് ഭയഭക്തിയോടെ പരിശുദ്ധ അമ്മയുടെ മുൻപിൽ നമുക്കായിരിക്കാം. നമ്മുടെ ജീവിത ഭാരങ്ങളും പ്രയാസങ്ങളും, നമ്മുടെ എല്ലാവരുടെയും ഉടമ്പടി നിയോഗങ്ങളും, നമ്മുടെ കഷ്ടതകളും, നമ്മുടെ ചെറുതും വലുതുമായ ആഗ്രഹങ്ങളും എല്ലാം ഈ പ്രാർത്ഥനയിലൂടെ പരിശുദ്ധ അമ്മയുടെ കരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒപ്പം നമുക്ക് ചുറ്റുമായി കഷ്ടതകൾ അനുഭവിക്കുന്നവർ, വേദനകൾ അനുഭവിക്കുന്നവർ, നമ്മെപ്പോലെ ദുഃഖങ്ങൾ അനുഭവിക്കുന്നവർ എല്ലാവരെയും ഈ പ്രാർത്ഥനയിലൂടെ നമുക്ക് ഓർക്കാം. അവരുടെ എല്ലാ സങ്കടങ്ങളും ഈ പ്രാർത്ഥനയിലൂടെ നമുക്ക് പരിശുദ്ധ അമ്മയുടെ കരത്തിലേക്ക് സമർപ്പിക്കാം. അമ്മ മാതാവ് അതെല്ലാം ഏറ്റെടുത്ത് തിരുക്കുമാരൻ്റെ മുമ്പിൽ സമർപ്പിച്ച് നമുക്ക് വേണ്ടി ശക്തമായി മാധ്യസ്ഥം അപേക്ഷിക്കും. എന്തെന്നാൽ സ്ത്രീകളിൽ ഭാഗ്യം ചെയ്തവളാണ് പരിശുദ്ധ അമ്മ. ദൈവത്തിൻ്റെ പുത്രനെ ഉദരത്തിൽ വഹിച്ചവളാണ്. ആ പുത്രന് ഈ ഭൂമിയിലേക്ക് വരുവാനായി ദൈവത്താൽ തിരഞ്ഞെടുത്തത് പരിശുദ്ധ അമ്മയുടെ ഉദരമാണ്. അമ്മ അത്രമേൽ ഭാഗ്യവതിയാണ്. ആ ഭാഗ്യവതിയായ പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ നമുക്ക് ഭയഭക്തിയോടെ ആയിരിക്കാം. നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ എല്ലാ ദുഃഖങ്ങളും അമ്മ ഏറ്റെടുത്ത് തിരുക്കുമാരനോട് സമർപ്പിച്ച് നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കും. വിശ്വാസത്തോടുകൂടി നമുക്ക് പ്രാർത്ഥനയിൽ പങ്കെടുക്കാം. പരിശുദ്ധ അമ്മേ, കൃപാസന പ്രസാദപര മാതാവേ, ഈ സന്ധ്യയുടെ യാമത്തിൽ ഞങ്ങളിതാ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു. നാളിതുവരെയും അമ്മ ഞങ്ങൾക്ക് ഈശോയിൽ നിന്ന് വാങ്ങി തന്നിട്ടുള്ള നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മേ, കൃപാസന പ്രസാദപര മാതാവേ, അമ്മ കൃപാസന ദേവാലയത്തിൽ പ്രത്യക്ഷപ്പെട്ടത് ഞങ്ങളുടെ വീണ്ടെടുപ്പിന് വേണ്ടിയിട്ടാണ്. ഞങ്ങളെ പാപത്തിൽ നിന്ന് വിടുവിച്ച് ദൈവത്തോട് ചേർക്കുവാനാണ്. അമ്മേ മാതാവേ, ഞങ്ങളെയും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ഉയർത്തണമേ. ഞങ്ങളുടെ ഉടമ്പടി നിയോഗങ്ങളിലേക്ക് അമ്മയൊന്ന് കടന്നു വരണമേ. ഞങ്ങളുടെ നീറുന്ന നൊമ്പരങ്ങളെ അമ്മയൊന്ന് കാണണമേ. ആരും സഹായിക്കാനില്ലാത്ത ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് അമ്മയൊന്ന് കടന്നു വരണമേ. പരിശുദ്ധ അമ്മേ, കൃപാസന മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി തിരുകുമാരനോട് അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ഇന്നേ ദിവസം ഞങ്ങൾ ഈ പ്രാർത്ഥനയിലൂടെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളെ അമ്മ ഏറ്റെടുക്കണമേ. ഈശോയുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് അമ്മ ഞങ്ങൾക്ക് വേണ്ടി ശക്തമായി മാധ്യസ്ഥം അപേക്ഷിക്കണമേ. എന്തെന്നാൽ നാളിതുവരെയും അമ്മയിൽ ആശ്രയിച്ചു പ്രാർത്ഥിച്ചിട്ടുള്ള ഒരു കുഞ്ഞു പോലും നിരാശപ്പെട്ടു പോയിട്ടില്ലല്ലോ. പരിശുദ്ധ അമ്മേ, കൃപാസന മാതാവേ, ഞങ്ങളുടെ കുറവുകളോ ഞങ്ങളിൽ വന്നു പോയിട്ടുള്ള പാപക്കറകളോ ഒന്നും നോക്കാതെ ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ഈശോ ഞങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ ചിന്തിയ തിരുരക്തം ഞങ്ങളുടെ മേലൊന്ന് തളിക്കണമേ. ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളെ ദൈവമക്കളാക്കി മാറ്റണമേ. ഞങ്ങളെ ബാധിച്ചിരിക്കുന്ന എല്ലാവിധ അന്ധകാര ശക്തികളും ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അമ്മ പൂർണ്ണമായി എടുത്തു മാറ്റണമേ. സന്തോഷത്താലും സമാധാനത്താലും ഈ ഭൂമിയിൽ ജീവിപ്പാൻ അമ്മ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, രോഗികളായ മക്കളെ അമ്മയുടെ കരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അമ്മേ മാതാവേ, രോഗക്കിടക്കയുടെ അരികിലേക്ക് അമ്മയൊന്ന് കടന്നു ചെല്ലണമേ. ഓരോ മക്കളും അനുഭവിക്കുന്ന ജീവിത പ്രയാസങ്ങളെ അമ്മയൊന്ന് കാണണമേ. ഓരോ മക്കളുടെയും ചെറുതും വലുതുമായ നൊമ്പരങ്ങളെ അമ്മയൊന്ന് കാണണമേ. അമ്മേ മാതാവേ, രോഗത്തിന് ചികിത്സിക്കാൻ സാമ്പത്തികമില്ലാതെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവർക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം അമ്മ എത്തിച്ചു കൊടുക്കണമേ. അവർക്ക് നേരെ എല്ലാ വാതിലുകളും അമ്മ തുറക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, വൈദ്യം പോലും ഉപേക്ഷിച്ച സാഹചര്യങ്ങളിൽ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന മക്കളുടെ ജീവിതത്തിലേക്ക് അമ്മയൊന്ന് കടന്നു ചെല്ലണമേ. അത്ഭുതങ്ങൾ അമ്മ പ്രവർത്തിക്കണമേ. കരുണയുടെ നിറകുടമായ പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി തിരുക്കുമാരനോട് അമ്മയൊന്ന് മാധ്യസ്ഥം അപേക്ഷിക്കണമേ. അമ്മേ മാതാവേ, കടബാധ്യതയാൽ ഭാരപ്പെടുന്ന മക്കളെ അമ്മയുടെ കരത്തിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കടങ്ങൾ തീർക്കുവാനുള്ള വഴിവാതിലുകൾ അവർക്ക് നേരെ അമ്മ തുറന്നു കൊടുക്കണമേ. അമ്മേ മാതാവേ, ജപ്തി നോട്ടീസ് കൈപ്പറ്റി ഭാരപ്പെട്ടിരിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, അവരുടെ കടങ്ങളെ അമ്മ ഇളച്ചു കൊടുക്കണമേ. കടങ്ങൾ തീർക്കുവാനുള്ള വഴിവാതിലുകൾ അവർക്ക് നേരെ തുറന്നു കൊടുക്കണമേ. അധികാരികളുടെ മനസ്സിനെ അമ്മയൊന്ന് തുറപ്പിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഭവനമില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ അമ്മയുടെ കരത്തിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ മക്കൾക്കും
അടച്ചുറപ്പുള്ളൊരു ഭവനം ആവശ്യമാണെന്ന് പരിശുദ്ധ അമ്മ അറിയുന്നല്ലോ. ഓരോ മക്കളുടെയും ജീവിതത്തിലേക്ക് അമ്മയൊന്ന് കടന്നു ചെല്ലണമേ. അവരുടെ ആഗ്രഹങ്ങളിലേക്കൊന്ന് കടന്നു ചെല്ലണമേ. അവരുടെ സ്വപ്നങ്ങളിലേക്കൊന്ന് കടന്നു ചെല്ലണമേ. പരിശുദ്ധ അമ്മയെ, ദൈവമാതാവേ, തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്ന മക്കളെ അമ്മയുടെ കരത്തിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, ഓരോ മക്കളുടെയും യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഉപരിപഠനത്തിനായിട്ട് സാമ്പത്തികമില്ലാതെ ഭാരപ്പെട്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അവർക്ക് നേരെ സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കണമേ. അവരിൽ ജ്ഞാനത്താൽ നിറയ്ക്കണമേ. നല്ല വിദ്യാഭ്യാസം നേടുവാൻ തക്കവിധം ആ മക്കളെ ഒരുക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടു പോയ മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അനേകം മക്കൾ, അനേകം യുവജനങ്ങൾ, വരും തലമുറകൾക്ക് മാതൃകയായിരിക്കേണ്ട മക്കൾ പാപത്തിൽ വീണുപോയി അമ്മേ. ആ മക്കളെയെല്ലാം വീണ്ടെടുക്കണമേ. ദൈവ മക്കളാക്കി മാറ്റണമേ. സ്വർഗത്തിന് അവകാശികളാക്കണമേ. ഒരു കുഞ്ഞു പോലും ദുഷ്ടശക്തിയിൽ അകപ്പെട്ടു പോകുവാൻ അനുവദിക്കരുതേ. അമ്മയുടെ പരിശുദ്ധമാകുന്ന നീല മേലങ്കിക്കുള്ളിൽ അവരെ പൊതിഞ്ഞു പിടിക്കണമേ. കരുണയുടെ നിറകുടമായ പരിശുദ്ധ അമ്മേ, ഞങ്ങളോട് കരുണയായിരിക്കണമേ. ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ. അത്രമേൽ അമ്മ ഭാഗ്യവതിയാണ്. ദൈവത്തിൻ്റെ പുത്രനെ ഉദരത്തിൽ വഹിച്ചവളാണ്. അമ്മേ മാതാവേ, അമ്മയുടെ ശക്തമേറിയ മാധ്യസ്ഥതയുടെ മുമ്പിൽ ഞങ്ങൾ ഭയഭക്തിയോടെ ആയിരിക്കുന്നു. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി ഈശോയോടൊന്ന് മാധ്യസ്ഥം അപേക്ഷിക്കണമേ. അമ്മേ മാതാവേ, മക്കളെ ഓർത്ത് ആകുലതപ്പെട്ട് ഭാരപ്പെട്ട് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുടെ ജീവിതത്തിലേക്ക് അമ്മ ഒന്ന് കടന്നു ചെല്ലണമേ. അമ്മേ മാതാവേ, മാതാപിതാക്കളുടെ വേദന എത്രയാണെന്ന്, മക്കളെ ഓർത്തുള്ള അവരുടെ വേദന എത്രയാണെന്ന് അമ്മേ മാതാവേ, അമ്മയ്ക്കല്ലാതെ മറ്റാർക്കാണ് അമ്മയെ അറിയാൻ കഴിയുക? സ്വന്തം മക്കളുടെ ജീവിതങ്ങളെ ഓർത്ത് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന മക്കളുടെ ജീവിതത്തിലേക്ക് അമ്മയൊന്ന് കടന്നു ചെല്ലണമേ. അനുഗ്രഹങ്ങൾ അമ്മയൊന്ന് ചൊരിയണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ എളിയ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കുറവുകളും നികത്തണമേ. ഞങ്ങളുടെ ഭവനത്തിലേക്ക് അമ്മയൊന്ന് കടന്നു വരണമേ. അമ്മേ മാതാവേ, ഞങ്ങളുടെ ഭവനത്തെ പ്രകാശമുള്ളതാക്കി മാറ്റണമേ. ഞങ്ങളുടെ ഭവനത്തിലെ എല്ലാവിധ അന്ധകാര ശക്തികളെയും അമ്മ പുറത്തേക്ക് ഓടിച്ചു കളയണമേ. ഞങ്ങളുടെ ഭവനത്തെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ജീവിതത്തിലേക്കൊന്ന് കടന്നു വരണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി ഈശോയോടൊന്ന് മാധ്യസ്ഥം അപേക്ഷിക്കണമേ. അമ്മേ മാതാവേ, ഗർഭിണികളായ മക്കളെ അമ്മയുടെ കരത്തിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ആരോഗ്യമുള്ളൊരു കുഞ്ഞിന് ജന്മം കൊടുക്കുവാൻ തക്കവിധം അമ്മ അവരെ സഹായിക്കണമേ. കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതികളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഒരു ദൈവ പൈതലിനെ കൊടുത്ത് അവരുടെ ജീവിതത്തെ സമൃദ്ധമായി അമ്മ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളുടെ ജീവിതത്തിലേക്കൊന്ന് കടന്നു ചെല്ലണമേ. അവരുടെ ജീവിത സാഹചര്യങ്ങളിലേക്കൊന്ന് കടന്നു ചെല്ലണമേ. അവരുടെ നീർന്ന നൊമ്പരങ്ങളിലേക്കൊന്ന് കടന്നു ചെല്ലണമേ. ആരും സഹായിക്കാനില്ലാത്ത സന്ദർഭങ്ങളിലേക്കൊന്ന് കടന്നു ചെല്ലണമേ. പരിശുദ്ധ അമ്മേ, അമ്മയുടെ മാധ്യസ്ഥത ഏറ്റവും ആവശ്യമായിരിക്കുന്ന മക്കളിലേക്ക് അമ്മ ഇറങ്ങി ചെല്ലണമേ. കരുണയുടെ നിറകുടമായ പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി ഈശോയോടൊന്ന് മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിന് വേണ്ടി അമ്മ ഈശോയോടൊന്ന് മാധ്യസ്ഥം അപേക്ഷിക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങളുടെ ഭൂമുഖത്തെ അമ്മയുടെ കരത്തിലേക്ക് സമർപ്പിക്കുകയാണ്. സ്വർഗത്തിൻ്റെ സമാധാനവും സന്തോഷവും ഞങ്ങളുടെ ഭൂമിയിലേക്കൊന്ന് ഒഴുക്കണമേ. അമ്മേ മാതാവേ, ശാന്തി കൊണ്ടും സമാധാനം കൊണ്ടും ഞങ്ങളുടെ ഭൂമിയെ നിറയ്ക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, എല്ലാവിധ പകർച്ചവ്യാധികളിൽ നിന്നും പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും മഴക്കെടുതികളിൽ നിന്നും എല്ലാം ഞങ്ങളെ കാത്തു പരിപാലിച്ചു കൊള്ളണമേ. കരുണയുടെ നിറകുടമായ പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് വിദേശത്തേക്ക് പോയിരിക്കുന്ന മക്കളെ എല്ലാവരെയും അമ്മയുടെ കരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെ എല്ലാം കാത്തു പരിപാലിക്കണമേ. ഞങ്ങൾ ഓരോരുത്തരും മുഖാമുഖം കാണുവോളം അമ്മയുടെ ഭദ്രമാകുന്ന നീല മേലങ്കിക്കുള്ളിൽ അമ്മ പൊതിഞ്ഞു കൊള്ളണമേ. അമ്മേ മാതാവേ, ഇന്നേ ദിവസം അമ്മയുടെ കരത്തിലേക്ക് ഞങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിച്ചതും പ്രാർത്ഥിക്കാൻ വിട്ടുപോയതുമായ എല്ലാ കാര്യങ്ങളും ഇതാ ഞങ്ങൾ അമ്മയിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ഹൃദയം കാണുന്ന അമ്മേ, ഞങ്ങളുടെ വേദനകൾ മനസ്സിലാക്കുന്ന അമ്മേ, ഞങ്ങളുടെ സങ്കടങ്ങൾ അറിയുന്ന അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ. അമ്മേ മാതാവേ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളായി ഞങ്ങളെ ഉയർത്തണമേ. അനേകം മക്കളുടെ മുമ്പിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയാൽ എൻ്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ ലഭിച്ചിരിക്കുന്നുവെന്ന് സാക്ഷ്യപ്പെടുത്തി ജീവിക്കുന്ന മക്കളായിരിക്കാൻ ഞങ്ങളെ ഒരുക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും കൃപാസന ദേവാലയത്തിലെ പ്രാർത്ഥനയോട് ചേർത്ത് വെച്ച് ഞങ്ങളിതാ അമ്മയ്ക്ക് നൽകുന്നു. അമ്മ ഏറ്റെടുക്കണമേ, ഞങ്ങളെ സഹായിക്കണമേ. സർവശക്തനായ പിതാവും
ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെ ദുഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.